الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ലുഖ്മാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല വിവരിച്ചതും അദ്ദേഹം തന്റെ മകനോട് ഉപദേശിച്ചതായ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉപദേശം യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം എന്നതിനെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. തുടർന്ന് രണ്ടാമതായി ലുഖ്മാൻ തന്റെ മോനോട് ഉപദേശിക്കുന്നത് എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം വസിയ്യത്ത് നൽകിയിരിക്കുന്നു. എന്താണ് അവരുടെ പ്രത്യേകത? അവരനുഭവിച്ച പ്രയാസം എന്താണ്? വഹ്നൻ ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ടാണ്, വഹനിന്റെ മേൽ വഹനുമായിട്ടാണ് ഉമ്മ അവനെ ഗർഭം ചുമന്ന് നടന്നത്. വഫിസാലുഹു ഫി ആമൈൻ. അവന്റെ മുലകുടി നിർത്തുന്നതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് അനിഷ്കുർ ലീ വലിവാലിദൈ. നീ എനിക്ക് നന്ദി കാണിക്കുക, നിന്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കുക. ഇലയ്യൽ മസീർ. അല്ലാഹു പറയാണ് എന്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വസിയ്യത്തിനെ കുറിച്ചാണ് ആദ്യം. വസിയ്യത്ത് എന്നാൽ ഇവിടെ വസൈനൽ ഇൻസാന, മനുഷ്യരോടുള്ള വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കരാറാണ്. അള്ളാഹു അവന്റെ അടിമകളോട് കരാറ് നൽകുകയാണ്, ഉടമ്പടി വെക്കുകയാണ്. റബ്ബും റബ്ബിന്റെ അടിമകളും തമ്മിലുള്ള ഉടമ്പടി. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറയുന്ന ഭാഗത്ത് തൊട്ടു മുമ്പുള്ള ആയത്ത് കഴിഞ്ഞ് ഇതിലേക്ക് വരുന്നിടത്ത് പറയുന്നത് കാണാം. ثُمَّ قَرَنَ بِوَصِيَّتِهِ إِيَّاهُ بِعِبَادَةِ اللَّهِ وَحْدَهُ الْبَرَّ بِالْوَالِدَيْنِ. അദ്ദേഹം മഹാനായ ലുഖ്മാൻ ആ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുക എന്നതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു. എന്ത്? അള്ളാഹുവിന് മാത്രമായി ഇബാദത്ത് ചെയ്യാനുള്ള വസിയ്യത്തിന്റെ കൂടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന വസിയ്യത്ത് കൂടി അവിടുന്ന് ചേർത്ത് പറഞ്ഞു. ലുഖ്മാൻ തന്റെ മോനോട് നൽകിയ വസിയ്യത്ത് കമാ ഖാല തആല. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ് അല്ലാഹു തആല പറഞ്ഞതുപോലെ എന്താ? വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. സൂറത്ത് ഇസ്രായിലെ ഇത്രയും വരുന്ന ഒരു ഭാഗം 23-ാമത്തെ ആയത്ത് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. എന്താ ആയത്തിന്റെ മഅന?
അള്ളാഹു പറയാണ്, തന്നെയല്ലാതെ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് എടുക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ റബ്ബ് വസിയത്ത് ഖളാനാണ്, അവിടെ വിധിച്ചിരിക്കുന്നു എന്നാണ്. അതിന്റെ മഅന അള്ളാഹു മനുഷ്യരോട് വസിയത്ത് ചെയ്തിരിക്കുന്നു എന്നാണ്. റബ്ബ് മനുഷ്യന്റെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ്, ഉമ്മാക്കും ബാപ്പാക്കും നന്മ ചെയ്യണം. എന്നിട്ട് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, وكثيرا ما يقرن تعالى بين ذلك في القرآن. ഖുർആനിൽ അവ രണ്ടും അള്ളാഹു ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവ രണ്ടും? ഒന്ന് അള്ളാഹ്ക്ക് മാത്രം അള്ളാഹിനോടുള്ള കടമകൾ, രണ്ട് മാതാപിതാക്കളോടുള്ള കടമകൾ. ഇത് ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 83-ാമത്തെ ആയത്ത്, അതുപോലെ സൂറത്തുൻ നിസാ 36-ാമത്തെ ആയത്ത്, അതുപോലെ സൂറത്തുൽ അൻആം 151-ാമത്തെ ആയത്ത്. വീണ്ടും വേറെയും ധാരാളം സ്ഥലങ്ങളിൽ റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിനോടുള്ള കടമകൾ പറഞ്ഞു. അതുപോലെ ചിലയിടങ്ങളിൽ ഉമ്മയോടും ബാപ്പയോടുമുള്ള കടമകൾ പറഞ്ഞു. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അല്ലാമ നാസറുദ്ദീൻ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വവസ്സൈനൽ ഇൻസാൻ, നാം മനുഷ്യനോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. അതായത് എന്താണ് വസിയത്ത്? ആഹിദിനാ ഇലൈ, മനുഷ്യനോട് നാം ഉടമ്പടി നൽകിയിരിക്കുന്നു. വജഅൽനാഹു വസിയത്തൻ ഇൻദഹു, അവന്റെ അടുക്കലുള്ള ഒരു വസിയത്താക്കിയിരിക്കുന്നു അതിനെ. സനസ്അലുഹു അനിൽ ഖിയാമി ബിഹാ വഹൽ ഹഫിളഹാ അം ലാ, ആ വസിയത്തിനെ അവൻ സംരക്ഷിച്ചോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നാം അവരോട് ചോദ്യം ചെയ്യുന്നതാണ്. അതായത് പരലോകത്ത് ഇത് ചോദ്യം ചെയ്യപ്പെടും. ഉമ്മയോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുവോ ഇല്ലയോ എന്ന് ആഖിറത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യുന്നതാണ്. പ്രിയമുള്ളവരെ, ബന്ധങ്ങളിൽ, മനുഷ്യർ പുലർത്തേണ്ടുന്ന ബന്ധങ്ങളിൽ അള്ളാഹുവിനോടും പിന്നീട് അവന്റെ റസൂലിനോടുമുള്ള കടമകൾ കഴിഞ്ഞാൽ അല്ലാമ മുഹമ്മദ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചൊരു ചെറിയ റിസാലയുണ്ട്. ആ റിസാലയിൽ കാണാം മൂന്നാമത്തത് മാതാപിതാക്കളോടുള്ള ഹുഖൂഖുൽ വാലിദൈൻ. അള്ളാഹുവും അവന്റെ റസൂലും കഴിഞ്ഞ പിന്നെ ബന്ധങ്ങളിൽ, ബാധ്യതകളിൽ ഏറ്റവും പ്രധാനമായത് മാതാപിതാക്കളോട്. എന്നാൽ ചില പണ്ഡിതന്മാര് പറയുന്ന, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മൂന്നാമത്തെ ബാധ്യത തന്റെ ഭർത്താവിനോടാണ്, ശേഷം മാതാപിതാക്കളോടാണ്. വല്ലാഹു അഅലം. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ മാതാപിതാക്കളെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തിലാണ് വീഴ്ച വരുത്തിയിട്ടുള്ളത്. ഉമ്മയെയും ബാപ്പയെയും സംരക്ഷിക്കുക, അവർക്ക് നന്മ ചെയ്യുക, അവർക്ക് സുഹൃതം ചെയ്യുക എന്നത് ഇബാദത്താണ്, അള്ളാഹുവിന് നാം ചെയ്യുന്ന ഇബാദത്താണ്. കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിനുള്ള ഒരു ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് قال سألت النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അമലു അഹബ്ബു ഇലല്ലാഹ്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാകുന്നു? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തിരക്കുണ്ടെന്ന് പറയുന്നവരെ, സ്കൂൾ ഉണ്ടെന്ന് പറയുന്നവരെ, യാത്രയുണ്ടെന്ന് പറയുന്നവരെ ഗൗരവത്തിൽ ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അസ്സലാത്തു അലാ വഖ്തിഹാ. മക്കളെ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി എന്തറിയോ? അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കലാണ്. ചോദിച്ചു, പിന്നെ ഏതാണ് റസൂലേ? ബിർറുൽ വാലിദൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളോട് പുണ്യം ചെയ്യലാണ്. വീണ്ടും ആ ചോദ്യം ഇങ്ങനെ വരുന്നുണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 527-ാമത്തെ നമ്പറായി. നോക്കൂ നിങ്ങൾ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, പുണ്യം ചെയ്യുക, സുഹൃതം ചെയ്യുക എന്നത് അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനമാണെന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെ സംരക്ഷിക്കൽ ചുരുക്കി പറഞ്ഞാൽ ഒരു ഇബാദത്താണ് എന്നർത്ഥം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് തയ്യാറായി വന്ന ഒരാളെ
അയാൾക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിഹാദ് എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഹരിതവർണ്ണത്തിലുള്ള കിളികളുടെ ആത്മാക്കളായി സ്വർഗത്തിൽ പാറിപ്പറക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അത്ര ശ്രേഷ്ഠകരമായ ആ ജിഹാദിന് പറഞ്ഞയക്കാതെ വീട്ടിൽ പോയി നിന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ 2549 നമ്പറായ ഹദീസാണ്. അന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല قال أقبل رجل إلى نبي الله صلى الله عليه وسلم فقال أبايعك على الهجرة والجهاد أبتغي الأجر من الله. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഹിജറക്കും പുണ്യകരമാണ് ഹിജറക്കും അതുപോലെ ജിഹാദിനും തയ്യാറാണ് എന്ന് ഞാൻ താങ്കളുടെ ബൈഅത്ത് ചെയ്യുന്നു. അല്ലാഹുവിങ്കൽ നിന്ന് ഞാൻ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് തിരിച്ചു ചോദിക്കുന്നതറിയോ, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ. ലോകത്തെ പല ജിഹാദികൾക്കും അറിയാത്തൊരു കാര്യമാണത്. സ്വന്തം മക്കൾ ഏത് ദീനീ പ്രവർത്തനാന്ന് തിരിച്ചറിയാനാകാത്ത മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളുള്ളത്. വാപ്പാക്കും മക്കളല്ല എന്റെ കുട്ടി ഏത് ഇസ്ലാമിക പ്രവർത്തനം നടത്തണമെന്ന്. യഹൂദുബില്ല. അള്ളാന്റെ റസൂൽ ചോദിക്കാണ്, നിന്റെ ഉമ്മയും ബാപ്പയും ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് റസൂലെ, രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ നബി തിരിച്ചു ചോദിക്കാണ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം തന്നെയാണോ നീ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു അതെ. അപ്പൊ നബി പറഞ്ഞു, എങ്കിൽ നീ നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് തിരിച്ചു പോ, എന്നിട്ട് അവരെ നല്ല നിലയിൽ പരിചരിക്കുക. അതാണ് നിന്റെ ജിഹാദ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഫഫീഹിമാ ഫജാഹിദ്. അവരുടെ കാര്യത്തിലാകട്ടെ നിന്റെ ജിഹാദ്. അതെന്താണ്? ഉമ്മയും ബാപ്പയും പരിചരിക്കുക എന്നതാണ്. അല്ലാഹു അക്ബർ. ഈ ഹദീസുകളെയും ചില ആയത്തുകളൊക്കെ മുന്നിൽ വെച്ചിട്ട് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ പല പണ്ഡിതന്മാരും പഠിപ്പിക്കണ വായിച്ചാൽ നമ്മളകെ തരിച്ചു. മഹാനായ സഈദുൽ മുസയ്യിബിനെ പോലുള്ള പരിശുദ്ധമായ മദീനത്തെ മുനവ്വറയിൽ താബീകളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവിടുത്തെ ഏറ്റവും വലിയ മുദർരിസീങ്ങളും മുഹഖഖീങ്ങളും ഫഖീഹുമാരും പണ്ഡിതന്മാരുമായിരുന്ന അന്നത്തെ ആളുകൾ അതിൽ ചില കുറിച്ച് കാണാൻ ചില സംഭവങ്ങളൊക്കെ. ദർസ് എടുത്തോണ്ടിരിക്കുമ്പോ ഉമ്മ വന്നിട്ട് പറയാണ്, മോനെ കോഴിക്ക് തീറ്റ കൊടുക്കുന്നു. ദർസ് എടുത്തോണ്ടിരിക്കുമ്പോ ദർസ് നിർത്തിച്ചിട്ട് കോഴിക്ക് തീറ്റ കൊടുത്ത് തിരിച്ചു വന്നിട്ട് ദർസ് മുന്നോട്ട് കൊണ്ടുപോയ മഹാരഥനം. ഉമ്മയോടുള്ള കൽപ്പന, ഉമ്മയുടെ കൽപ്പന, അത് അല്ലാഹ് പറഞ്ഞാണ്, അത് പാലിക്കാണ്. നമുക്കൊന്നും യാതൊരു നിലയും വലിയില്ലാത്തൊരു വസ്തുവാണ് ഉമ്മയും ബാപ്പയും എന്ന് പറഞ്ഞാൽ. ദീനീ ദഅവത്തിന്റെ മേഖലകളിൽ പോലും മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ദഅവത്ത് നടത്തിയ സംഭവങ്ങൾ എത്ര. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് എത്ര വലിയ പവർ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, മക്കൾക്ക് വേണ്ടി ഏറ്റവും അധികം കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും മാതാപിതാക്കളാണ്, പ്രത്യേകിച്ച് ഉമ്മയാണ്. നമ്മളൊന്ന് ആലോചിച്ചേക്ക്, ഒരു ഉമ്മ ഗർഭിണിയായാൽ പ്രസവം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും ആ പ്രസവം വരെയും പ്രസവത്തിന് ശേഷവും അവരനുഭവിക്കുന്ന പ്രയാസവും ക്ലേശമൊക്കെ വളരെ വലുതാണ്. നമ്മൾ ബാപ്പമാരെക്കാളും പ്രയാസം ഉമ്മമാർക്കാണ്. പിന്നീട് മുലകുടി അവസാനിക്കുന്നത് വരെ തന്റെ കുഞ്ഞിനു വേണ്ടി ആ ഉമ്മ ത്യാഗങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നതാണ്. ശരിക്ക് അവരനുഭവിച്ച ഒരു നിമിഷത്തെ പ്രയാസത്തിന് പോലും ജീവിതകാലം മുഴുവനും തിരിച്ച് നമ്മൾ നൽകിയാൽ ആവൂലെന്നാണ്. അത്ര ഗൗരവമുള്ള കാര്യമാണ്. പിന്നീട് നോക്കി നിങ്ങൾ ആ കുഞ്ഞിന് പ്രായപൂർത്തിയാകുന്നത് വരെ ശേഷവും ഇപ്പോഴും ഈ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും പുറകെ നിങ്ങളോട് ഖുതുബ പറയുന്ന, താഴെ ഇരുന്ന് കേൾക്കുന്ന എന്റെയും നിങ്ങളുടെയും പുറകെ പ്രായമുള്ള വീട്ടിനകത്തിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുണ്ട്, നോട്ടമുണ്ട്, ശ്രദ്ധയുണ്ട്. അൽഹംദുലില്ലാഹ്. എപ്പോഴും നമ്മുടെ പുറകേണ്ടവര്. ലോകത്തൊരാൾക്കും അങ്ങനെ കഴിയൂല. മാക്കും ബാപ്പാക്കും മാത്രമേ പറ്റുള്ളൂ. അല്ലാഹു തആല പറഞ്ഞതാ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ. ആ പ്രയാസം അങ്ങനെ പറഞ്ഞുതരാൻ.
മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യനോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്താ? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. മനുഷ്യര് മറക്കും, പ്രായം കൂടുമ്പോൾ മറക്കും, ജോലി തിരക്കിൽ മറക്കും, ഇണകളും മക്കളും മക്കളുടെ മക്കളുമായി ജീവിക്കുമ്പോഴും മറക്കും. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ലോകത്ത് ഏത് സാഹചര്യത്തിൽ മനുഷ്യൻ മറക്കും. പക്ഷേ അള്ളാന്റെ കിതാബിലേക്ക് ഇറങ്ങിച്ചെന്ന് 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാന്റെ 14-ാമത്തെ ആയത്തിലെത്തുമ്പോ തലനിരച്ച താടി നിരച്ച വയോധികനായ ഒരു മകനും തന്റെ ഉമ്മയെ ഓർത്തുപോകും. മറക്കാൻ അല്ലാഹ് സമ്മതിക്കൂല. ഞാനുങ്ങളും മറന്നാലും, നമ്മൾ മറന്നാലും അല്ലാഹ് നമ്മളെ മറക്കാൻ സമ്മതിക്കൂല. ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. നിന്നെ പെറ്റുപോറ്റിയ മാതാവിന്റെ പ്രയാസം നോക്കൂ നിങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിന് തഫ്സീർ പറഞ്ഞത് ശിദ്ദതൻ ബഅദ ശിദ്ദ, കാഠിന്യത്തിന്റെ മേൽ കാഠിന്യമായിട്ട് അത്ര പ്രയാസത്തിലാണ്. ഇമാം ലഹാഖ് പറഞ്ഞു ലഅഫൻ അലാ ലഅഫിൻ, ദുർബലതയുടെ മേൽ ദുർബലതയാണ്. ഇമാം മുജാഹിദ് പറഞ്ഞത് മശഖത്തൻ അലാ മശഖ, പ്രയാസത്തിന് മേൽ പ്രയാസത്തിലാണ് ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കുന്നത്. അതൊക്കെ ഉമ്മാരോടൊന്ന് ചോദിച്ചാലേ മനസ്സിലാവുള്ള ത്യാഗമൊക്കെ. അവര് പറഞ്ഞാൽ പോലും അതാവൂല. അല്ലാഹ് നമുക്ക് ശരിക്കും പറഞ്ഞുതരാണ് ഒരു ഉമ്മയുടെ ത്യാഗം എന്താണ്, ഒരു ഉമ്മയുടെ ത്യാഗം എന്താണ്. വീണ്ടും കാണാൻ ഈ ആയത്തിന്റെ തഫ്സീറായിട്ട് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിന്റെ മേൽ പ്രയാസം. മശഖത്തൻ അലാ മശഖ ഫലാ തസാലു തലാഖിൽ മശാഖ് من حين يكون نطفة من الوحم والمرض والضعف والثقل وتغير الحال ثم وجع الولادة ذلك الوجع الشديد. വല്ലാത്തൊരു വാക്കാണ് ഷെയ്ഖ് ഇമാം സഅദി ഉപയോഗിച്ചത്. ആ കുട്ടി ഉമ്മന്റെ വയറ്റിലെ ബീജമായതു മുതൽ, ഒരു ബീജമായി അണ്ടവുമായി കൂടിച്ചേർന്ന് അതാ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിക്കുന്ന നിമിഷം മുതൽക്ക് ഉമ്മ പ്രയാസങ്ങൾ അനുഭവിക്കാണ്. വോമിറ്റിംഗ്, ഛർദി, അവിടുന്ന് തുടങ്ങാണ് ഒരു ഉമ്മ. എന്തെല്ലാം ഞെരുക്കങ്ങളും പ്രയാസം പിന്നെ ഉമ്മ അനുഭവിക്കണം. അതുപോലെ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ദൗർബല്യങ്ങൾ, ഭാരം. അവര് മാത്രമല്ല ചുമക്കുന്നത്, ഇതിനകത്തൊന്നിനെയും കൂടി ചുമക്കുന്നുണ്ട്. മാത്രമല്ല ശാരീരികവും മാനസികവുമായ അവസ്ഥകൾ എല്ലാം മാറുകയാണ്. പിന്നെയോ പിന്നെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രസവ വേദന. അതൊരു വല്ലാത്ത വേദനയാണ്. എങ്ങനത്തതാണ്? ശക്തമായ പ്രസവ വേദന. ഇതൊക്കെ അനുഭവിച്ചവരാണ് മാതാപിതാക്കൾ. പക്ഷെ മക്കൾ മറക്കും. മക്കൾ മറക്കും. പക്ഷെ അല്ലാഹ് മറക്കാൻ സമ്മതിക്കില്ല. ഖുർആൻ ഓതുന്നിടത്തൊക്കെ അല്ലാഹ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഖുർആൻ ഓതുന്നിടത്തൊക്കെ അല്ലാഹ് ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്ത് അഹ്ഖാഫ് 46-ാം അധ്യായത്തിന്റെ 15 കാണാം വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹാ. തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് അല്ലാഹ് പറയാ. നാം മനുഷ്യനോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉമ്മാനോടും ബാപ്പനോടും നല്ല നിലക്ക് നിൽക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുള്ളതാണ്. എന്താ ഉമ്മ എന്നറിയോ? അവന്റെ ഉമ്മ അവനെ പ്രയാസപ്പെട്ടുകൊണ്ട് ഗർഭം ധരിക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് പ്രസവിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ മശഖത്തൻ അലാ മശഖ. അതുകൊണ്ട് ഇസ്ലാമിക ലോകത്തേക്ക്, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ശറഇന്റെയും ലോകത്തേക്ക് നമ്മൾ വന്നാൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മാന്റെ മഹത്വം പറഞ്ഞൊരു വാചകം കാണാൻ പറ്റും. قال ابن عباس رضي الله عنهما إني لا أعلم عملا أقرب إلى الله عز وجل من بر الوالدة. മാതാവിന് ഒരു ഉമ്മാക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു പ്രവർത്തനവും എനിക്കറിയില്ല. ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചതാണ്. ഹദീസ് സ്വീകാര്യോഗ്യമാണ്. ഹദീസ് സ്വീകാര്യോഗ്യമാണ്. ഇതൊരൽപ്പം വിശാലമായി തന്നെ കാണാൻ പറ്റും. മറ്റ് പല റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു ഇന്നി ഖതബതു ഇംറഅത്തുൻ ഫഅബത് അൻ തൻകിഹനി വഖതബഹാ ഗൈരി ഫഅഹബ്ബത് അൻ തൻകിഹഹു ഫഗിർതു അലൈഹാ ഫഖതൽതുഹാ ഫഹൽ ലീ മിൻ തൗബ. എന്താ അദ്ദേഹം വന്ന് പറഞ്ഞറിയോ? ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാണ്, ഞാനൊരു സ്ത്രീയോട് വിവാഹാഭ്യർത്ഥന നടത്തി.
എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം. അവൾ എന്നെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചു. മറ്റൊരാൾ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി, അവൾ അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അതിനാൽ ഞാൻ അവളോട് വെറുത്തു. എനിക്ക് വല്ലാത്തൊരു ഗൈറത്തുണ്ടായി, അഭിമാനരോഷമുണ്ടായി. അതുകൊണ്ട് ഞാൻ അവളങ്ങ് കൊന്നു. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. തെറ്റ് ചെയ്യുന്നില്ലല്ല, തെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാണ്. എനിക്ക് തൗബ ഉണ്ടോ എന്നാണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അയാളോട് മഹാനായ ഇബ്നു അബ്ബാസ് ചോദിക്കണം, തരോ ഉമ്മുക ഹയ്യത്തുൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. ഖാലല, അദ്ദേഹം പറഞ്ഞില്ല. ഖാല തുബ് ഇലല്ലാഹി അസ്സ വജൽ വതഖറബ് ഇലൈഹി മസ്തതഅത, അല്ലാഹുവിനോട്, സർവശക്തനായ അല്ലാഹുവിനോട് താങ്കൾ പശ്ചാത്തപിക്കുകയും നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം അല്ലാഹുവിനോട് നിങ്ങൾ അടുക്കുകയും ചെയ്യുക. ഖാല ഫദഹബ്തു, ഈ ഹദീസ് ഉദ്ധരിക്കണ ഇബ്നു യസാർ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു, അല്ലെങ്കിൽ അവിടത്തേക്ക് പോയി. ആര്? ഇബ്നു അബ്ബാസിന്റെ അടുത്തേക്ക് ചെന്നു. ഫസഅൽതു ഇബ്നു അബ്ബാസ്, എന്നിട്ട് ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, ലിമ സഅൽതഹു അൻ ഹയാതി ഉമ്മിഹി, എന്തുകൊണ്ടാണ് ആ തെറ്റ് ചെയ്ത് വന്ന ആളോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങൾ ചോദിച്ചത്? ഫഖാല, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഒരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ഒരാളെയും കൊന്നിട്ടില്ലാത്ത, വൃത്തിയോടൊന്നും കാണിച്ചിട്ടില്ലാത്ത എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ പറ്റിയത് എന്തറിയോ? ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ, ഉമ്മാക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു പ്രവർത്തനവും എനിക്കറിയില്ല. هذا الحديث أخرجه البيهقي في شعب الإيمان وهو حديث صحيح صححه الشيخ الألباني رحمه الله كما في صحيح الأدب المفرد وكما في السلسلة الصحيحة. എങ്ങനെയെങ്കിലൊക്കെ ദുർബലാക്കാന്ന് വിചാരിക്കണ്ട, സ്വഹീഹായ ഹദീസാണ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞാണ്. മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്നെ വിശദീകരിച്ച സ്വഹാബത്ത് മനസ്സിലാക്കിയത് സ്വഹാബത്തിന്റെ ഫഹമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ, മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇസ്ലാമിന് വിരുദ്ധമായ ഒരു കാര്യത്തിന് ഉമ്മയും ബാപ്പയും നമ്മളോട് നിർബന്ധിച്ചാൽ, ആ നിർബന്ധിക്കപ്പെട്ടത് ദീനിനെതിരായ കാര്യമാണെങ്കിൽ ഒരിക്കലും അവരനുസരിക്കേണ്ടതില്ല. ദീനിനെതിരായ ഒരു കാര്യത്തിലാണ് ബാപ്പയും ഉമ്മയും നമ്മളെ നിർബന്ധിച്ചതെങ്കിൽ അനുസരിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ശിർക്കിന്റെ വിഷയത്തിൽ, ബിദ്അത്തിന്റെ വിഷയത്തിൽ, മാസിയത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ നാട്ടിൽ പറഞ്ഞ വലിയൊരു മാസിയത്താണ് സ്ത്രീധനം. അന്റെ പെങ്ങളെ കെട്ടിക്കുമ്പോ എത്ര കൊടുത്തത്, അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോ ഇത്ര വാങ്ങണമെന്ന് പറഞ്ഞാൽ ആ അമ്മാനെയും ബാപ്പാനെയും അനുസരിക്കേണ്ട ആവശ്യമില്ല. കാരണം തെറ്റിനാണ് അവർ നിർബന്ധിക്കുന്നത്. തെറ്റിനൊരിക്കലും അവരോട് കൂട്ടുക്കേണ്ടതില്ല. നോക്കൂ നിങ്ങള്, ഈ ആയത്ത്, ഈ വിഷയം മനസ്സിലാക്കാൻ സൂറത്ത് അങ്കബൂത്തിന്റെ 8-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവും. എന്താ അങ്കബൂത്തിലെ ആയത്തറിയോ? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹസ്നാ, തന്റെ ഉമ്മാനോടും ബാപ്പാനോടും നല്ല നിലയിൽ വർത്തിക്കാൻ മനുഷ്യനോടൊന്നും വസിയത്ത് ചെയ്തിരിക്കുന്നതാണ്. എന്നിട്ട് പറയാണ്, അവർ നിന്നോട് എന്താ പറയാ നിർബന്ധിച്ചാൽ, എന്തിനെ? എന്നിൽ ഒരു വസ്തുവിനെ എന്നിൽ പങ്കു ചേർക്കാൻ അവർ നിന്നോട് നിർബന്ധിച്ചാൽ ഫലാ തുതിഅഹുമാ, നീ അവരനുസരിച്ചു പോകരുതെന്നാണ്. നിനക്ക് യാതൊരു അറിവില്ലാത്തൊരു കാര്യത്തിൽ അവരെന്നോട് പങ്കു ചേർക്കാൻ വേണ്ടി നീ പറഞ്ഞാൽ നീ അവരനുസരിച്ചു പോകരുത്. ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂന, അപ്പോൾ നിങ്ങൾ എന്റെ അടുത്തേക്കാണ് നിങ്ങൾ മടക്കം, അപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഞങ്ങൾക്ക് വിവരം അറിയിക്കുന്നതാണ്. ഇവിടെ നോക്കി നിങ്ങൾ, വഇൻ ജാഹദാക ലിതുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഅഹുമാ, നിനക്ക് യാതൊരു അറിവില്ലാത്ത ഒന്നിന് എന്നോട് പങ്കു ചേർക്കാൻ അവർ നിന്നോട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടാൽ അവർ നീ അനുസരിച്ചു പോകരുത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു അസ്ലുണ്ടെന്നറിയോ? ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. അല്ലാഹുവിന്റെ സ്രഷ്ടാവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ഒരു സൃഷ്ടിയെ നമ്മൾ എന്ത് ചെയ്യരുത്? അനുസരിക്കരുത്. ദീനിനെതിരായിട്ട് ഒരാൾക്കും അനുസരണല്ല. അത് ഭർത്താവിന് അനുസരണല്ല. ഭർത്താവിനെ അനുസരിക്കണമെന്ന് ഭാര്യനോട് പറഞ്ഞതാണ്.
അവിടെ അനുസരണല്ല. ഹറാമായ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചാൽ അനുസരിക്കേണ്ടതില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ മഫ്ത ധരിക്കരുത്, നിഖാബ് ഇടരുത് എന്ന് പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. ഹറാമിന് കൂട്ടുക്കാൻ പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. അന്യപുരുഷൻ അവനെന്റെ സുഹൃത്താണ് അല്ലെങ്കിൽ എന്റെ ബന്ധുവാണ്, നീ അവന് മുസാഫത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. പാടില്ല. ദീനിനെതിരായതൊന്നും പാടില്ല. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ വിഷയത്തിൽ ദീനിനെതിരാകുന്ന കാര്യത്തിൽ അവർക്ക് അനുസരണല്ല. അതില് ഏറ്റവും പ്രധാനം ശിർക്കിന്റെ കാര്യത്തിലാണ്. എത്ര ഉപദേശിച്ചാലും ചിലപ്പോഴൊക്കെ നമ്മളുമ്മാരും വാപ്പാരൊക്കെ പഴയ പഴഞ്ചന്മാരാന്നൊക്കെ പറയുന്ന രീതിയിൽ ആൾക്കാർ പറയുന്ന ആൾക്കാരായിരിക്കും. വല്ലാതെ പഠിച്ചിട്ടുണ്ടാവില്ല, കുറഞ്ഞ കാലം മദ്രസയിൽ പോയിട്ടുണ്ടാവും, കുറച്ചൊക്കെ എന്തൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, പിന്നെ എന്തൊക്കെയോ പാട്ടും ബൈത്തും ഈരടികളൊക്കെ മാത്രമേ ഉണ്ടാവും. അവരോട് എത്ര ഉപദേശിച്ചാലും അവർക്ക് സ്വീകാര്യമാകാത്തൊരവസ്ഥ ഉണ്ടാവും. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കില്ല. അവര് ചിലപ്പോ തഹജ്ജുദ് വരെ നിസ്കരിക്കും, എന്നിട്ട് പറയാം, അല്ലാഹുവേ എന്റെ കുട്ടിക്ക് നീ ഹിദായത്ത് കൊടുക്കണേ. സത്യത്തിൽ ശിർക്കിലാണ് ജീവിക്കണേ. ആലോചിക്കണം, എല്ലാ ഇബാദത്തും ഉണ്ട്. അവര് പറയണ ചില മറുപടികൾ പാരമ്പര്യം, താവഴി, നാട്ടു നടപ്പുകൾ, ഇതൊക്കെ പറയാറ്. ഒരിക്കലും എത്ര സ്നേഹമുള്ള ഉമ്മയാണെങ്കിലും ശരി, ഹറാമിൽ ആ ഉമ്മയെ അനുസരിക്കരുത്, വാപ്പയെ അനുസരിക്കരുത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറഞ്ഞാൽ, ഒരു ഉമ്മ പറയാണ്, കുട്ടി എന്റേതാണെങ്കിലും എനിക്കുണ്ടായ എന്റെ പേരക്കുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നിടത്ത് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഏലസും ചരടും വൈക്കല്ലും വാങ്ങിക്കൊണ്ടുവന്ന് കുട്ടിന്റെ അരി കെട്ടില്ല, എന്നെ ഈ പൊരെ കാണാൻ പറ്റൂല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ അനുഭവിച്ച ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണ എത്ര വ്യക്തമായിട്ട് പറ്റൂല. മങ്ങള് മുഴുവനും കുട്ടീനെ അടുത്തോളി, എന്നാലും കുഴപ്പമില്ല, ഏലസും ചരടും കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താ? ശിർക്കാണ്, തെറ്റാണ്, കുറ്റകരമാണ്, പാടില്ല. ജാറമൂടാൻ പറഞ്ഞു, പാടില്ല. ഉമ്മ പറയാണ്, അനക്കൊരു കുട്ടി ഉണ്ടായാൽ കുറെ കാലമായിട്ട് മക്കളില്ല, അന്ന് ഞാൻ നേർച്ചാക്കിയതാണ്, റബ്ബെ എന്റെ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ഇന്ന ജാറത്തുങ്ങ പോയിട്ട് ഞാൻ ജാറമൂടാൻ നേർച്ചാക്കിയിട്ടുണ്ടെന്ന്. ആ നേർച്ച നമ്മൾ വീട്ടാൻ പാടില്ല, കാരണം അത് ഹറാമാണ്, കുറ്റകരമായ കാര്യമാണ്. ആ വിഷയത്തിൽ അനുസരിക്കാൻ പറ്റില്ല. അതുപോലെ മാലമൗലൂദുകൾ, കുത്തുബിയത്തുകൾ, ഇങ്ങനെ തുടങ്ങി ശിർക്കും അതുപോലെ അതല്ലാത്ത ധാരാളക്കണക്കിന് ബിദ്അത്തിന്റെ സദസ്സുകളും ബിദ്അത്തിന്റെ ഭക്ഷണങ്ങളും ഹറാമിന്റെ ഭക്ഷണങ്ങളും ഒക്കെ ആര് നിർബന്ധിച്ചാലും കഴിക്കാൻ പാടില്ല, അനുസരിക്കാൻ പാടില്ല. എന്നാൽ ഉമ്മ ശിർക്കിലാണ് അല്ലെങ്കിൽ വാപ്പ കുഫറിലാണ് എന്ന് വിചാരിച്ചിട്ട് അവരെ അവഗണിക്കാൻ പറ്റില്ല. അവരോട് നന്മ ചെയ്യണമെന്നാണ്. സൂറത്തുൽ ലുഖ്മാനിലെ ശേഷമുള്ള ആയത്തിൽ ഒന്ന് പറഞ്ഞറിയോ, وَإِن جَاهَدَاكَ عَلَىٰ أَن تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا وَصَاحِبْهُمَا فِي الدُّنْيَا مَعْرُوفًا وَاتَّبِعْ سَبِيلَ مَنْ أَنَابَ إِلَيَّ ثُمَّ إِلَيَّ مَرْجِعُكُمْ فَأُنَبِّئُكُمْ بِمَا كُنتُمْ تَعْمَلُونَ. നിനക്കറിവില്ലാത്ത വല്ലതിനെയും എന്നോട് നീ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ ശിർക്ക് വെക്കാൻ വേണ്ടി അവർ ഇരുവരും നിന്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുതെന്നാണ്. അപ്പൊ ശിർക്ക് ചെയ്യാൻ, ഹറാമ ചെയ്യാൻ, കുഫർ ചെയ്യാൻ ഉമ്മയും ബാപ്പയും നിർബന്ധിച്ചാൽ അനുസരിക്കേണ്ടതില്ല. എന്നാൽ സമാധാനായി. അവരാള് പറയാണ്, ഞാനിപ്പോ എന്റെ ഉമ്മാനും ബാപ്പാനും നോക്കലില്ല. എന്തേ? ആ തള്ളിയും തന്തിയൊക്കെ പച്ച ശിർക്കിലും കുഫറിലാണ്. ഓ കുറ്റക്കാരനാണ്. കാരണം എന്തറിയോ? അല്ലാഹു പറഞ്ഞറിയോ, വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫൻ. അവരോട് നീ ദുനിയാവില് നല്ല നിലയിൽ സഹവസിക്കണം എന്നാണ്. അതായത് ഒരു ഉമ്മാക്ക് ഒരു മകൻ എന്തൊക്കെ ചെയ്തു കൊടുക്കണോ അതൊക്കെ ഉമ്മാക്ക് ചെയ്തു കൊടുക്കണം. അതായത് മകൻ മുസ്ലിമാണ്, ഉമ്മ മറ്റൊരു മതത്തിലാന്നിരിക്കാം, അല്ലെങ്കിൽ അയാൾ ആ മതം വിട്ടിട്ട് ഇതിലേക്ക് വന്നതാണ്. അയാളോട് ഇസ്ലാം പറയുന്നത്, നിന്റെ ഉമ്മ ഏത് മതത്തിലാണെങ്കിലും ശരി, ആ ഉമ്മയുടെ മരണം വരെ അല്ലെ നിന്റെ മരണം വരെ ആ ഉമ്മയെ നീ പൊന്നുപോലെ നോക്കണം. നിനക്ക് ഇസ്ലാം ഒരു മാതാവിനോട് എന്തൊക്കെ ബാധ്യതകളുണ്ടെന്ന് ഇസ്ലാം പറഞ്ഞോ അത് മുഴുവനും നീ ആ ഉമ്മയോട് പാലിക്കണം, അല്ലെങ്കിൽ നീ മുസ്ലിം ആവില്ല. ആ വിഷയത്തിൽ നീ കുറ്റക്കാരനാവും. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഇത് വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ എന്ന് പറഞ്ഞ ഐ ഇൻ ഹറസ അലൈക കുല്ലൽ ഹിർസി അലാ അൻ തുതാബിഉഹുമാ അലാ ദീനിഹിമാ. നിന്റെ മേൽ എല്ലാ നിലക്കും അവർ പരിശ്രമിച്ചു. ഒരു ഉമ്മ നിലക്ക് നല്ല ഫോഴ്സ് ഉണ്ടാവും, ഒരു വാപ്പാക്ക് മക്കളുടെ മേൽ നല്ല ഫോഴ്സ് ഉണ്ട്, ശക്തി ഉണ്ടാവും. പറഞ്ഞനുസരിച്ചോളണം, കാരണം സ്വത്തിൻ്റെതാ മറ്റേതെന്റെതാ
അങ്ങനെ പല നിലക്കുണ്ടാവും. എന്നാൽ ഒരിക്കൽ അവരുടെ ദീനിൽ പിന്തുടരാൻ നിന്നോട് അവർ കൽപ്പിച്ചാൽ ഫലാ തഖ്ബൽ മിൻഹുമാ ദാലിക. ഇമാം ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി ശാഫിഈ മദ്ഹബിലെ പ്രമുഖ മുഫസ്സിറാണ് ഇമാം ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി. ഷാഫി മുഫസ്സിറായിട്ട് അറിയപ്പെടുന്ന അദ്ദേഹം പറയാണ്, അവർ ഇരുവരിൽ നിന്നുമായി നീ അത് സ്വീകരിക്കരുത്, അത് ശിർക്കിന് നീ ചെവി കൊടുക്കരുതെന്ന് അർത്ഥം. വല യംനഅന്നക ദാലിക മിൻ അൻ തുസാഹിബഹുമാ ഫിദ്ദുനിയ മഅറൂഫ ഐ മുഹ്സിനൻ ഇലൈഹിമാ, നല്ല നിലയിൽ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ അവരോട് സഹവസിക്കുന്ന നിനക്ക് തടസ്സമാവില്ല. അതായത് അവർ ഇരുവർക്കും നന്മ ചെയ്യുന്നതിന്, അഥവാ അവർക്ക് സുഹൃതം ചെയ്യുന്നതിന്, അവർക്ക് നന്മ ചെയ്യണം ദുനിയാവിൽ. ഒരു മകൻ എന്തൊക്കെ മകന് ഉമ്മനോട് വാപ്പനോട് എന്തൊക്കെ ഉണ്ടാവും? മനസ്സുകൊണ്ട് ബന്ധമുണ്ട്, ശരീരം കൊണ്ട് ബന്ധമുണ്ട്, സമ്പത്തുകൊണ്ട് ബന്ധമുണ്ട്. ഈ 3 ബന്ധവും പാലിക്കണം എന്നാണ്. ഉമ്മ ശിർക്കില, നമ്മൾ പണ്ട് തിരിഞ്ഞു നോക്കല്ല എന്ന് പറഞ്ഞാൽ നീ കുറ്റക്കാരനാവും. എത്രത്തോളം ചില മുഅ്മിനുകളല്ല, വിശ്വാസികളല്ലെങ്കിലും അവർക്ക് നന്മ ചെയ്യണം എന്നാണ്. അല്ലാഹു തആല മാതാപിതാക്കളെ ശരിക്ക് ശുശ്രൂഷിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ സഹോദരന്മാരെ, ഉമ്മ മുശ്രിക്കാണെങ്കിലും ഉപ്പ മുശ്രിക്കാണെങ്കിലും കാഫിറാണെങ്കിലും നന്മ ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മഹാനായ മഹദി അസ്മാ ഇബ്നത്തു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ. മഹദി അസ്മ വളരെ ചരിത്രത്തിൽ പ്രസിദ്ധയായ സ്വഹാബ വനിതയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ മോളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു 4 ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരു ഭാര്യ മുശ്രിക്കത്തായിരുന്നു. അവരുടെ മോളായിരുന്നു അസ്മ. പക്ഷെ അസ്മ മുസ്ലിമാണ്, ഉമ്മ മുശ്രിക്കത്തായിരുന്നു. അവരെ കുറിച്ച് 2 അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. അവർ തൗഹീദിലായി മരിച്ചു എന്നും അല്ല അങ്ങനെ തന്നെ മരിച്ചു എന്നും കാണാൻ പറ്റും. അല്ലാഹു അഅലം. എന്തായാലും അബൂബക്കർ സിദ്ദീഖിന്റെ മോളായ അസ്മ പറയാണ്, അവരുടെ ഉമ്മ ഖാലത്ത് അതസ്നി ഉമ്മി റാഗിബതൻ ഫി അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅൽതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസിലുഹാ ഖാല നഅം. ഇത് ഒരുപാട് റിപ്പോർട്ടുകൾ വിശദീകരിച്ച് കാണാൻ പറ്റും. അത് മുശ്രിക്കത്തായ എന്റെ ഉമ്മ എന്റെ അടുക്കൽ വന്നു എന്ന് നബിനോട് പറയാം. അവര് മുശ്രിക്കാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ നബിനോട് ചോദിച്ചു, നബിയെ അവരുടെ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ഭാഗത്ത് കാണാൻ സമ്മാനവുമായി വന്നു എന്നൊക്കെ കാണാൻ പറ്റും. അല്ലാഹു അലം. അപ്പൊ നബി അവരോട് പറഞ്ഞത്, നീ നിന്റെ ഉമ്മയുമായി നല്ല ബന്ധം പുലർത്തുക. സിലി ഉമ്മക്കി എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു റിപ്പോർട്ട്. ഇത് ഇമാം ബുഖാരിനെ ഉദ്ധരിച്ച 5978 നമ്പർ ഹദീസാണ്. മുത്തഫഖുൻ അലൈഹി ഹദീസിൽ ഉള്ളത് സിലി ഉമ്മക്കീന, നീ നിന്റെ ഉമ്മയോട് ബന്ധം പുലർത്തുന്ന. അപ്പൊ മുശ്രിക്കാണെങ്കിലും കാഫിറാണെങ്കിലും മാതാപിതാക്കളോട് ബന്ധം പുലർത്തുന്ന. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മളെ വാപ്പാനോട് ഉമ്മാനോട് എത്ര ബന്ധം പുലർത്തണം? നല്ലോണം ആലോചിച്ചോളൂ. ഇനി ഒരിക്കൽ നമുക്ക് സമയം ഉണ്ടായിക്കോണമെന്നില്ല. കാരണം റൂഹ് ഏത് നിമിഷവും അള്ളാഹു തആല കണക്കാക്കുമ്പോൾ അത് കൊണ്ടുപോകും. പിന്നെ തിരിച്ചു തരാൻ സമയം ഉണ്ടാകും. നല്ലോണം ആലോചിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിർവഹിച്ച് അവരോട് നല്ല രീതിയിൽ സഹവസിക്കുന്നവർക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് ധാരാളം പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എല്ലാം പറയണില്ല, പെട്ടെന്ന് സമയത്തിന്റെ പരിധിയിൽ ഒരു 3-4 കാര്യങ്ങൾ വേഗം പറഞ്ഞു പോവാണ്. ഒന്നാമത്തെ കാര്യം, അള്ളാന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. റിളല്ലാഹി ഫി റിളൽ വാലിദൈൻ വസഖത്തില്ലാഹി ഫി സഖത്തിൽ വാലിദൈൻ. അള്ളാന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാന്റെ കോപം, അതൃപ്തി മാതാപിതാക്കളുടെ അതൃപ്തിയിലാണ്. അല്ലാമത്തുൽ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്ത് സ്വഹീഹയിൽ 576 നമ്പർ എടുത്തു കൊടുക്കുന്ന ഹദീസ്. രണ്ടാമത്, മാതാപിതാക്കളോടുള്ള ബന്ധം പുലർത്തുന്നവർക്ക് കിട്ടുന്ന മെച്ചം അവരുടെ റിസ്ക് അവർക്ക് വിശാലമായി ലഭിക്കാൻ കാരണമാകുന്ന. മൂന്നാമത്തത്, അവർക്ക് അവരുടെ ആയുസ്സിൽ വർധനവുണ്ടാകുന്നതാണ്. റിസ്കിന്റെ വിശാലത, ആയുസ്സിലെ വർധനവ്. ഇതിന് രണ്ടിനുമുള്ള മാർഗം എന്തെന്നറിയോ? മൻ അഹബ്ബ അൻ യമുദ്ദ ലഹു ഫീ ഉമരിഹി വ അൻ യുസാദ ലഹു ഫീ റിസ്ഖിഹി. ആയുസ് വർദ്ധിക്കുവാനും വിഭവങ്ങളിൽ വിശാലതയുണ്ടാകാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ, ഫൽയബർറ വാലിദൈഹി വൽയസുൽ റഹിമ. അവൻ തന്റെ മാതാപിതാക്കളോട് നന്മയിൽ കഴിയട്ടെ. 'ാണ്. 'ാ. 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
റിസ്ഖിന്റെ വിശാലത, ആയുസിന്റെ വിശാലത. അതോടൊപ്പം തന്നെ കുടുംബ ബന്ധം പുലർത്തുകയും ചെയ്യട്ടെ. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യമാണ്. മറ്റൊന്ന്, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന. അതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടിൽ കാണാം, ഒരാള് നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു ദംബൻ അളീമൻ ഫഹല്ലി മിൻ തൗബത്തിൻ. നേരത്തെ പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ സംഭവമാണ്. അതിലേക്ക് ചേർത്തി വായിച്ച അത്ഭുതമാണ്. ഇവിടെ ഇബ്നു ഉമറിന്റെ അടുത്ത് വന്നിട്ട്, ഇബ്നു ഉമർ തന്നെ പറയുന്നത്, നബിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയാണ്, ഓ റസൂലേ, ഞാൻ വളരെ ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, എനിക്ക് തൗബ ഉണ്ടാവുമെന്നാണ്. തെറ്റ് ചെയ്ത ആൾക്കാർ നബിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, നബി ഉള്ള കാലത്തട്ടോ വന്ന് ചോദിക്കാൻ, എനിക്ക് തൗബ ഉണ്ടോന്നാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണ ചോദ്യം തരുമോ? ഖാല ഹല്ലക മിൻ ഉമ്മിൻ, ഹല്ലക മിൻ ഉമ്മിൻ എന്നാണ്. നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്നാണ്. തെറ്റ് ചെയ്ത ആളോട് നബി ചോദിക്കാണ്, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഖാലല, ഇല്ല റസൂലില്ല, മരിച്ചുപോയി. ഖാല ഹല്ലക മിൻ ഖാല, നിന്റെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിപ്പുണ്ടോന്നാണ്. ഖാല നഅം. ഖാല ഫബിർറഹാ, ഫബിർറഹാ, എന്നാൽ പോയി അവരോട്, നിന്റെ ഉമ്മയുടെ സഹോദരിയോട് നല്ല നിലപാട് അനുവർത്തിക്കുക, അവർക്ക് പുണ്യം ചെയ്യുക എന്നാണ്. ഉമ്മ ജീവിച്ചിരിപ്പില്ലാത്ത നീ നിന്റെ ഉമ്മയുടെ സഹോദരിയോട്, ഒന്നില്ലെങ്കിൽ മൂത്തമ്മ അല്ലെങ്കിൽ ഇളയമ്മ, അവരോട് നീ സഹവസിക്കുക, നന്നാവുക, നന്നായി അവർക്ക് ഖിദ്മ ചെയ്യുക എന്നാണ്. നിങ്ങളുടെ മാതാവ് ജീവിച്ചിരിപ്പില്ലാത്തതിനാലാണ് മാതൃ സഹോദരിയോട് നല്ല നിലപാട് അനുവർത്തിക്കാൻ നബി നിർദ്ദേശിച്ച്. അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിച്ചോക്കി, മാതൃ സഹോദരിക്ക് നല്ല ഖിദ്മത്ത് ചെയ്താൽ പാപമോചനം ഉണ്ടെങ്കിൽ, മാതാക്ക് ഖിദ്മത്ത് ചെയ്താലോ, ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്താലോ, എത്ര മനുഷ്യന്മാരെന്നറിയോ സ്വന്തം ഉമ്മനോട് തെറ്റി നടക്കണവര്? എത്ര മനുഷ്യരെന്നറിയോ ഉമ്മയുടെ കൂടപ്പറപ്പുകളോട് തെറ്റി നടക്കുന്നവർ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖാല, ഖാല, ഖാല എന്ന് പറഞ്ഞ അമ്മന്റെ പെങ്ങള്, സഹോദരി, അഞ്ചത്തി, ഏട്ടത്തി, ബിമൻസിലത്തിൽ ഉമ്മി ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാന്റെ സ്ഥാനത്താണ് ഉമ്മാന്റെ സഹോദരി. ഒന്ന് കാണാനോ കൈപിടിക്കാനോ ഒരു കുശലം അന്വേഷിക്കാൻ പോലും ആളുകൾക്ക് താല്പര്യമില്ല. ഉമ്മ ജീവിച്ചിരിക്കുമ്പോഴും പോവില്ല, ഉമ്മ മരിച്ചാലും പോവില്ല. ഉമ്മനോട് വരെ മോശമായി പെരുമാറുന്ന ആൾക്കാർ ജീവിച്ചിരിക്കണ്ടേ, പിന്നെ ഓലെങ്ങനെ ഉമ്മാന്റെ സഹോദരിമാരോട്? ഇവിടേക്ക് നമ്മൾ നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത്, ഇന്നി ലഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിരിൽ വാലിദ. ഉമ്മാക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു പ്രവർത്തനം എനിക്കറിയില്ല എന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, സ്വർഗ്ഗം ലഭിക്കുന്നതാണ്. സ്വർഗ്ഗം ലഭിക്കും. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന ഫഇൻ ശിഅത ഫഅളിയ ദാലികൽ ബാബ് ഔ യഹ്ഫളഹു. സ്വർഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മാതാപിതാക്കളാണ്. ആ വാതിൽ പാഴാക്കണോ കാത്തു സൂക്ഷിക്കണോ എന്നത് നിന്റെ ഇഷ്ടം പോലെയാണ്. മനുഷ്യരെ നമ്മളെ വിളിച്ചിട്ട് നബി പറയണത്, അന്ന് സ്വഹാബത്തിനോടാണെങ്കിൽ ഇന്ന് നമ്മളോടാണ്, എന്തറിയോ, ഉമ്മയും ബാപ്പയും എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ വാതിലാണ്, വേണോ വേണ്ടേ എന്ന് നീ തീരുമാനിച്ചോ എന്നാണ്. വളരെ ഗൗരവമാണ്. അതുകൊണ്ട് നമ്മളെ ഉമ്മനെയും ബാപ്പിനെയും നമ്മൾ ദ്രോഹിക്കരുത്. അവർക്ക് പരമാവധി നന്മകൾ ചെയ്യണം. അതൊക്കെ പറഞ്ഞിട്ട് ആയത്ത് അവസാനിക്കുന്നത് പ്രകാരമാണ്, നിഷ്കുർലി വലി വാലിദൈ ഇലൈഹിൽ മസീർ. നീ എന്നോട് നന്ദി കാണിക്കണം, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം എന്നാണ്. ഈ വിഷയം പറയുമ്പോൾ മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത്, ഫി ഹാദിഹിൽ ആയ മൻ സ്വല്ല സ്വലവാത്തിൽ ഖംസ ഫഖദ് ശകറല്ലാഹ്. ആരെങ്കിലും 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചാൽ അവൻ അല്ലാഹുവിന് നന്ദി കാണിച്ചു. വമൻ ദആ ലിൽ വാലിദൈനി ഫീ അദ്ബാരി സ്വലവാത്തിൽ ഖംസ് ഫഖദ് ശകറൽ വാലിദൈൻ. ആരെങ്കിലും 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ മാതാപിതാക്കളോട് നന്ദി കാണിച്ചു. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മഹുല്ലാഹ്. പ്രിയമുള്ളവരെ, വളരെ വിശാല, എത്രത്തോളം വെച്ചാല് എങ്ങനെ അവർക്ക് നന്മ ചെയ്യാന്ന് വിവരിക്കുമ്പോൾ ഇമാം സഅദി പറയാണ്, സൗമ്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാവുന്നതാണ്. വളരെ നേരിയ മയപ്പെടുത്തിയ സംസാരം, നല്ല പ്രവർത്തനങ്ങൾ കാണിക്കണം, വിനയം കാണിക്കണം, താഴ്മ കാണിക്കണം എന്നാണ് അവരെ മുന്നിൽ. അവർ രണ്ടുപേരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്കുള്ള ചെലവ് നമ്മൾ കൊടുക്കണം എന്നാണ്. എല്ലാ നിലക്കും അവരിലേക്ക് ദുഷ്പ്രവണത ഉണ്ടാകാൻ പാടില്ല. ചീത്ത ചെയ്യണ ഒഴിവാക്കണം, വാക്കുകൊണ്ടും പ്രവൃത്തിയോടുള്ള ദുഷ്ചെയ്തികൾ ഒഴിവാക്കണം. എന്നിട്ട് പറയാണ്, ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് മടക്കം എന്നതിനെ വിശദീകരിക്കുന്ന ഇമാം സഅദി പറഞ്ഞൊരു വാക്കുണ്ടെന്നറിയോ, സതർജിഉ അയ്യുഹൽ ഇൻസാനു ഇലാ മൻ വസ്സാക
വകല്ലഫക ബിഹാദിഹിൽ ഹുഖൂഖ്. മനുഷ്യ, നീ മടങ്ങിപ്പോകും. നിന്നോട് ആരാണോ ഈ വസിയത്ത് നൽകിയത് ആ അല്ലാഹുവിലേക്ക് നീ മടങ്ങിപ്പോകും. ഈ ബാധ്യതകളൊക്കെ നിന്നെ ഏൽപ്പിച്ച റബ്ബിന്റെ അടുക്കലേക്ക് നീ മടങ്ങിപ്പോകുന്നതാണ്. മനുഷ്യനോട് അല്ലാഹു താക്കീത് നൽകണം, നീ മടങ്ങിപ്പോകും. അതാണ് ഇലയ്യൽ മസീർ എന്ന് പറഞ്ഞാൽ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ റബ്ബിന്റെ അടുത്തേക്ക് മടങ്ങാണ്ട്, ആ മടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ, അത് അള്ളാഹിനോടുള്ള ബാധ്യത ഉണ്ട്, നബിനോടുള്ള ബാധ്യത ഉണ്ട്, ഉമ്മാനോടും ബാപ്പാനോടുള്ള ബാധ്യത ഉണ്ട്. ആ ബാധ്യതകളൊക്കെ നിർവഹിച്ച് അള്ളാഹുക്ക് തൃപ്തികരമായ ഒരു ജീവിതം നയിച്ച് അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.